എത്തിയിരിക്കുന്നു. ഇപ്പോൾ മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജെബി മേത്തർ ചേരുന്നുണ്ട്. ഈ ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു വിടവ് കഴിഞ്ഞ ഒരു വർഷം നിരവധി ആളുകളായിരുന്നു അദ്ദേഹത്തെ ഇവിടെ ഓർക്കാൻ വേണ്ടി, അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി. അതായത് ജീവിച്ചിരുന്നപ്പോൾ അവർ ഉമ്മൻചാണ്ടി എന്ത് കാര്യം പറഞ്ഞാലും കിട്ടും. അതേ വിശ്വാസം ഉമ്മൻചാണ്ടി മരിച്ച ശേഷവും ഇവിടെ പ്രാർത്ഥനാവശ്യവുമായി എത്തിയവരുണ്ട്. ഇന്നും കാണാൻ കഴിയുന്ന അതേ കാഴ്ചയാണ്. താങ്കൾക്ക് എങ്ങനെയാണ് ഉമ്മൻചാണ്ടി ഓർക്കുന്നത് എങ്ങനെയാണ്? ഉമ്മൻചാണ്ടി സർ എന്ന് പറയുന്ന ഒരു ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലെ ഒരു മാർഗദീപമാണ്. അദ്ദേഹം ഇല്ല എന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് അത് ഒരു അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. അദ്ദേഹം പകർന്നു തന്ന പാഠങ്ങൾ രാഷ്ട്രീയ ജീവിതത്തിൽ എന്നും പകർത്താൻ ദിവസവും ശ്രമിക്കുന്നവരിൽ പെട്ടവരാണ് ഞങ്ങളൊക്കെ. ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഇനി ഒരാൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ കാണാൻ കഴിയുമെന്ന് കരുതുന്നില്ല. ഇത്രയും ജനങ്ങൾക്ക് വേണ്ടി, ജനനന്മയ്ക്ക് വേണ്ടി നിലകൊണ്ടുകൊണ്ട്, കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊണ്ടുകൊണ്ട്, ജനങ്ങളാണ് ഏറ്റവും വലുത്. ഒരു പാവപ്പെട്ടവനാണെങ്കിൽ ആ പാവപ്പെട്ടവന് സഹായം ഉമ്മൻചാണ്ടി സാറിന്റെ മുന്നിലേക്ക് കടന്നു വന്നാൽ ഒരിക്കലും ആ ഒരു സഹായം നൽകാതെ ഉമ്മൻചാണ്ടി സാർ വിട്ടത്. അത് തന്നെയാണ് ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ, എന്നെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി സാർ തന്നെയാണ് ഈ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു ഏറ്റവും വലിയ ഗുരു. ഇന്നത്തെ നേതാക്കന്മാരുടെ അടുത്ത് നോക്കിയാൽ പലരും അവർ സ്വയം വളർന്നു വരിക, മറ്റുള്ളവരെ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയിലുള്ളവരെ തന്നെ അവഗണിക്കുന്ന അല്ലെങ്കിൽ ചവിട്ടുന്ന ഒരു പ്രവണത ഉണ്ടെന്ന്. പക്ഷെ ഉമ്മൻചാണ്ടി കൂടെ ഒരു വലിയ ഒരു പറ്റ നേതാക്കന്മാരെ സൃഷ്ടിച്ചെടുത്ത ഒരു നേതാവ്. അങ്ങനെ താങ്കളുടെ ഒരു രാഷ്ട്രീയ ജീവിതത്തിലേക്ക് ജെബി മേത്തർ എന്ന ഒരു രാഷ്ട്രീയ നേതാവ് വളർന്നു വന്നപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഒരു പിന്തുണ എത്രത്തോളം ഉണ്ടായിരുന്നു? തീർച്ചയായും എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടി സാറിന്റെ പിന്തുണയോടുകൂടി തന്നെ വളർന്നു വന്നവരാണ് ഇന്ന് കാണുന്ന നേതാക്കന്മാരെല്ലാവരും തന്നെ. അതിൽ ജെബി മേത്തർ എന്ന് പറയുന്ന നേതാവിന്റെ എല്ലാ സ്റ്റെപ്പിംഗ് സ്റ്റോണുകളിലും അദ്ദേഹം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അതിലെല്ലാം വളരെ സന്തോഷവും, അതായത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശം, KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഉണ്ട്, എന്ത് കാര്യം തീരുമാനിക്കണമെങ്കിലും അവരോട് ആദ്യം ചോദിച്ച് പാർട്ടിയുടെ നയം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം ഒരു തീരുമാനം എടുക്കുക എന്ന ഏറ്റവും വിലപ്പെട്ട, അതായത് കാലാകാലം നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു നിർദ്ദേശമാണ് അദ്ദേഹം. അതാണ് ജെബി മേത്തർ അടക്കം മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ അടക്കം വിശദീകരിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെ പലർക്കിടങ്ങളിലും പല രീതിയിലാണ് ഉമ്മൻചാണ്ടി എന്ന വ്യക്തി വൈകാരിക ഭാവത്തിൽ നിലകൊള്ളുന്നത്. ഭിന്നശേഷിക്കാർ